നോമ്പുകാലമായി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഉണ്ടാക്കണ പോലെ ഇവിടെയും ഞാനും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വൈകിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മൈക്കിൾ ജാക്സൺ ആയിട്ട് മാറാറുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുളക് ബജിയാണ്. അര കപ്പിൽ കുറച്ച് അളവിൽ കുറഞ്ഞിട്ടാണ് ഞാനിത് കടലമാവും പിന്നെ അതുപോലെ തന്നെ 1/4 കപ്പിൽ കുറച്ച് അളവിൽ കുറഞ്ഞിട്ടാണ് അരിപ്പൊടി എടുക്കുന്നത്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി പൗഡർ, കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് അളവിൽ മതി. നിങ്ങളുടെ അടുത്ത് കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് അതില്ല കേട്ടോ. പിന്നെ ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളിത് സെറ്റ് ആക്കി എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. അത് അവിടെ സെറ്റ് ആക്കി വെച്ചതിന് ശേഷം ഞാൻ ഇനി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ക്ഷമേന്റെ ഒരു ഊക്കാണ് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് അതും അവിടെ സെറ്റ് ആക്കി വെച്ചതിന് ശേഷം ഞാൻ ഇതേ വിളക്കത്തിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴേക്കും ഒരു 6:15 ആയിട്ടുണ്ടായിരുന്നു. ഇനി ബാക്ക് ടു മുളക് ബജി. ഞാനിവിടെ വെറും 2 മുളക് മാത്രം എടുക്കുന്നുണ്ട്. അത് നടു ചീന്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു കുക്കിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് വന്നൊരു കമന്റ് ആണ് കേട്ടോ ഇത്. ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ആകെ 4 ആൾക്കാരുള്ളൂ. ആ 4 ആൾക്ക് ഇത് ധാരാളമാണ്. മുളക് ബജി ഫ്രൂട്ട് സലാഡ് മാത്രമല്ല ഇന്ന് ഷമാം ഷേക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഒന്ന് ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ അത്രയുള്ളൂ.